മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരുടെ ജീവചരിത്രം വായനക്കാരിലേക്ക് തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന പ്രകാശന ചടങ്ങിൽ സാഹിത്യകാരൻ എം മുകുന്ദനിൽ നിന്നും നോവലിസ്റ്റ് ആർ രാജശ്രീയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ജീവചരിത്രം തയ്യാറാക്കിയത് ഡോക്ടർ കെ ശ്രീകുമാറാണ്. നിറഞ്ഞ കൈയടിയോടെ ഈ ചരിത്രത്തിനൊക്കെ നിമിഷത്തെ നമ്മൾ അടയാളപ്പെടുന്ന എം.ടി. വാസുദേവൻ നായർ ജീവചരിത്രം വെളിച്ചം കാണുന്നു. എം.ടിയുടെ പിറന്നാൾ ദിനത്തിലാണ് ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നത്. എം.ടിയുമായി ചിരകാല ബന്ധമുള്ള എഴുത്തുകാരൻ ഡോക്ടർ കെ ശ്രീകുമാറാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന എം.ടിയുടെ ജീവിതകഥയുടെ രചയിതാവ്. പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദനിൽ നിന്ന് നോവലിസ്റ്റ് ആർ രാജശ്രീ പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തകം കയ്യിലെടുത്തപ്പോൾ എനിക്ക് കോരിത്തരിപ്പുണ്ടായി. ഭംഗിയായിട്ടുള്ളൊരു പുസ്തകം. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എം.ടിയെ ചേർത്ത് പിടിച്ചു ഈ പുസ്തകം കയ്യിൽ എടുത്തപ്പോൾ. കാരണം അത് എം.ടിയാണ്, വെറൊരു പുസ്തകമല്ല, അത് എം.ടിയാണ്. മിതഭാഷിയും ഗൗരവക്കാരനുമായ കണ്ട് ശീലിച്ചതല്ലാത്ത ഒരു എം.ടിയാണ് ജീവചരിത്രത്തിലുടനീളമെന്നും എം.ടിയുടെ ജീവചരിത്രം ഒരു ദൗത്യമായിരുന്നുവെന്നും രചയിതാവ് ഡോക്ടർ കെ ശ്രീകുമാർ. ഞാൻ സാറിന് കൊടുത്ത വാക്കാണ് ഈ ജീവചരിത്രം. അത് പൂർത്തിയാക്കി അന്നും എന്നും എനിക്ക് നൽകിയ ഇത്തിരി വാത്സല്യത്തിന്റെ കരുത്തിലാണ് പ്രവേശനം അത്ര എളുപ്പമല്ലാത്ത ആ മനസ്സിലേക്ക് കടക്കാൻ തുനിഞ്ഞത്. ഏതാണ്ട് ഒരു വർഷത്തിലേറെ 1-1.5 മണിക്കൂർ തന്റെ ജീവിതം പറഞ്ഞ എം.ടി പക്ഷേ എനിക്ക് മിതമായ അമിതഭാഷിയായിരുന്നു. എം.ടിയുടെ 200-ലേറെ അപൂർവ ചിത്രങ്ങളും പുസ്തകത്തിലുണ്ട്. എം.ടിയിലൂടെ പിറന്ന കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരമായ എം.ടി എഴുത്തിന്റെ ആത്മാവ് എന്ന ദൃശ്യാവിഷ്കാരവും പ്രകാശന ചടങ്ങിൽ അരങ്ങേറി. തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി എഡിറ്റർ മനോജ് കെ ദാസ്, പൊന്നാനി എം.എൽ.എ. പി നന്ദകുമാർ, എഴുത്തുകാരൻ സുനിൽ പി ഇളയിടം തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.